ഫാമിലി ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ മയിൽവാഹനം താണ്ടി ഞങ്ങൾ നേരെ എത്തിയത് തിരൂർ കൂട്ടായിലെ ഓഷ്യൻ പേൾ സ്റ്റേക്കേഷൻക്കാണ്. ഇന്നൊരു ദിവസം ഇവിടെ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ പോവാണ്. ഈ പ്രാവശ്യത്തെ ട്രിപ്പിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഞങ്ങൾ ഗേൾസ് മാത്രം പ്ലാൻ ചെയ്ത് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിട്ടും കൂട്ടാം. ഈ ഒരു സ്റ്റേക്കേഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസും ഇത്തിരി ലക്ഷറി ആയിട്ടുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേ തന്നെ. ഞങ്ങൾ എന്തായാലും ഇത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഒരു സ്റ്റേക്കേഷൻ അടിക്കണതൊക്കെ വേറൊരു വൈബ് തന്നെ അല്ലേ. ഇവരാണുണ്ടോ നമ്മളെ ടൂറിന്റെ കോർഡിനേറ്റേഴ്സ്. ഓരോ പണിതാ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് സെറ്റിൽ ആക്കണ തിരക്കിലാണ് ഓര്. എല്ലാം ശരിയായ സ്ഥിതിക്ക് നമുക്ക് നമ്മളെ വിളയാട്ടം തുടങ്ങാം. അങ്ങനെ മാങ്ങ തിന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് റിലാക്സ് ആയിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് പോവാണ്. ഇറ്റകളെല്ലാരും ഒന്ന് ഒരുങ്ങി താങ്ങി പുറത്തിറക്കാനാണ് പാട്. മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം വവ്വാലുകൾ. അങ്ങനെ അവിടെ ഇവിടെയും തൂങ്ങിയും ചാടിയൊക്കെ ഞങ്ങളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ പോണത് കയാക്കിങ്ങിനാണ്. ഈ ഒരു കയാക്കിങ്ങും നമ്മൾ ഹോം സ്റ്റേയിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതല്ല, കയാക്കിങ് മാത്രമാണെങ്കിൽ പെർ ഹെഡ് 200 കയാക്കിങ് ചെയ്യാം. ഞങ്ങൾക്ക് എന്തായാലും കയാക്കിങ് ഫ്രീ ആണ് കേട്ടോ. ഒരു സൈഡിൽ കയാക്കിങ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ഇതാ ഇവിടെ ഗ്രൗണ്ടിൽ കളിക്കാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ പെയറായിട്ട് ഇതാ ഇങ്ങനെ കയാക്കിങ് ചെയ്തു തുടങ്ങി. ഇനിയിപ്പോ വലിയ ആൾക്കാർ ഊയാണ്. ഇതിപ്പോ അമ്മായിന്റെ ഊയാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടെന്നെ അറിയാം. ഈ ഒരു ആക്ടിവിറ്റി ഇത്തിരി ഫണ്ണിയൊക്കെ ആയിട്ട് എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വല്ലാണ്ട് കേടുപാടുകളൊന്നും പറ്റാണ്ട് അമ്മായി ഇതാ തിരിച്ചു വരുന്നുണ്ട്. എല്ലാരും അമ്മായിന്റെ കയാക്കിങ് ഭയങ്കര എക്സൈറ്റഡിൽ തന്നെ നോക്കിയിരിക്കുന്നു. അങ്ങനെ നേരെ ഇരുട്ടി തുടങ്ങിയപ്പോ ഞങ്ങൾ തിരിച്ചു പോവാണ്. ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ബൈ.